വെൽക്കം ടു ലേൺ ആൻഡ് വിൻ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 12th ഫിസിക്സിലെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് CBSE ബോർഡ് എക്സാമിനും കമ്പാർട്ട്മെൻറ്റ് എക്സാമിനും 2023 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the curve of binding energy per nucleon as a function of atomic mass number has a sharp peak for helium nucleus. This implies that helium nucleus is option A radioactive, option B unstable, option C easily fissionable, option D more stable nucleus than its neighbors. So binding energy curve ഈ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് MCQ ആയിട്ടും 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഇതിന് ഗ്രാഫ് കർവ് പ്ലോട്ട് ചെയ്യാനും അതിൻ്റെ ഫീച്ചേഴ്സും എക്സ്പ്ലനേഷൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഹീലിയം ന്യൂക്ലിയസ് is much more stable than its neighbors and that is indicated by sharp peak for helium nucleus. Usually binding energy value is low for lighter nuclei and heavier nuclei and that's why അവർ ഫ്യൂഷനും ഫിഷനും നടക്കുന്നത്. ഹീലിയം ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയ ആണെങ്കിൽ കൂടി അത് അതിൻ്റെ നെയ്ബേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കൂടുതലാണ്. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഹാസ് എ ഷാർപ്പ് പീക്ക് in that binding energy curve. So the correct answer is more stable nucleus than its neighbors. Next question. The difference in mass of X7 nucleus and total mass of its constituent nucleons is 21 units. The binding energy per nucleon for this nucleus is equal to the energy equivalent of option A 3 unit, option B 3.5 unit, option C 7U, option D 21 units. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ് മാസ് ഡിഫക്ട്സ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നൊക്കെ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഒരു ന്യൂക്ലിയസിൻ്റെ മാസും അതിൻ്റെ ടോട്ടൽ മാസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റുവൻറ്റ് ന്യൂക്ലിയോൺസ് മാസും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ദ മാസ് ഡിഫക്റ്റ് ഓർ ബൈൻഡിങ് എനർജി. സോ ബൈൻഡിങ് എനർജിയുടെ വാല്യൂ ആണ് നമുക്ക് 21 യൂണിറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. We need to find out binding energy per nucleon. So binding energy per nucleon is equal to binding energy by total number of nucleons. So here it is 21 by 7. That is equal to 3 units. So event equation in the binding energy per nucleon equals binding energy by total number of nucleons. So numerical ആണ് MCQ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. Next question. The binding energy per nucleon of 8 or 16 is 7.97 MeV and that of 8 or 17 is 7.75 MeV. The energy in MeV required to remove a neutron from 8 or 17 is option A 0.42 MeV, option B 7.86 MeV, option C 4.23 MeV, option D 3.64 MeV. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓക്സിജൻ്റെ 2 ഐസോട്ടോപ്സ് ആണ്. 8O16 8O17. O16 ഒരു ന്യൂട്രോൺ കൂടുതലാണ് O17. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ന്യൂട്രോണെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി എത്രയാണ്. സോ ഇവിടെ നമുക്ക് ബൈൻഡിങ് എനർജി എന്നുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ബൈൻഡിങ് എനർജി ഇറ്റ് ഇസ് ദ എനർജി റിക്വയർഡ് ടു ബൈൻഡ് ദ ന്യൂക്ലിയോൺസ് ടുഗദർ ഇൻ എ ന്യൂക്ലിയസ്. സോ ഇവിടെ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ന്യൂട്രോൺ ഫ്രം O17 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ ബൈൻഡിങ് എനർജി ഓഫ് ബോത്ത്. ഇത് ബൈൻഡിങ് എനർജി ഓഫ് O17 മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് O16. പക്ഷേ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? O16ൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ 16 ഇൻറ്റു ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ദാറ്റ് ഈസ് 16 ഇൻറ്റു 7.97. അതുപോലെ O17ൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ 17 ഇൻറ്റു 7.75. സോ എനർജി റിക്വയർഡ് എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി ഓഫ് O17 മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് O16 ദാറ്റ് ഈസ് 17 ഇൻറ്റു 7.75 മൈനസ് 16 ഇൻറ്റു 7.97. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 4.23 MeV. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 4.23 MeV. സോ ഇവിടെ ആ ബൈൻഡിങ് എനർജി എന്നുള്ളൊരു കോൺസെപ്റ്റും കാൽക്കുലേഷൻസും പ്രോപ്പറായിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും.
Moving on to the next question. Assertion reason ആണ്. Assertion is that the nucleus 3x7 is more stable than the nucleus 3y4. Reason 3x7 contains more number of protons. Option A, both assertion and reason are true and reason is correct explanation of assertion. Option B, both assertion and reason are true but reason is not the correct explanation of assertion. Option C, assertion is true but reason is false. Option D, assertion is false and reason is false. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റർ ന്യൂക്ലി സ്റ്റേബിൾ കമ്പയർഡ് ടു ഹെവിയർ ന്യൂക്ലി. അതിനൊരു റീസൺ ഉണ്ട്, ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ. ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ കൂടുതലുള്ള ന്യൂക്ലി സ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ന്യൂട്രോണിൻ്റെ നമ്പർ കൂടുതലുള്ള ന്യൂക്ലി ആയിരിക്കും സ്റ്റേബിൾ. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 3x7 പ്രോട്ടോണിൻ്റെ നമ്പർ 3, ന്യൂട്രോണിൻ്റെ നമ്പർ 7 - 3 4. സോ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ ഇവിടെ 4/3 ആണ്. ഇനി 3/4 നോക്കുവാണെങ്കിൽ അവിടെ പ്രോട്ടോണിൻ്റെ നമ്പർ 3, ന്യൂട്രോണിൻ്റെ നമ്പർ 4 - 3 1. സോ ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ ഇസ് 1/3. നോക്കിയാൽ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ 4/3 ആണോ ഗ്രേറ്റർ, 1/3 ആണോ ഗ്രേറ്റർ? 4/3 is greater. That is, neutron to proton ratio is more in 3x7 than 3y4. So 3x7 ആണ് 3y4നേക്കാൾ കൂടുതൽ സ്റ്റേബിൾ. സോ അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ തന്നിരിക്കുന്നത് മോർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉള്ളതുകൊണ്ടാണെന്നാണ്. അത് തെറ്റാണ്. മോർ നമ്പർ ഓഫ് ന്യൂട്രോൺസ് അല്ലെ ന്യൂട്രോൺ പ്രോട്ടോൺ റേഷ്യോ കൂടുതലുള്ളത് കൊണ്ടാണ് ആ സ്റ്റെബിലിറ്റിക്ക് കാരണം. സോ അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് ഫോൾസ്. ഇവിടെ അപ്ലൈ ചെയ്ത കോൺസെപ്റ്റ് ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The radius of 13x27 nucleus is r. The radius of 53y125 nucleus will be option A 5/3 r, option B 13/53 whole raised to 1/3 r, option C 5/3 r whole raised to 1/3, option D 13/53 r whole raised to 1/3. സോ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് റേഡിയസും മാസ് നമ്പറും തമ്മിൽ റിലേഷനുള്ള ഒരു ഇക്വേഷനാണ്. r = r0 a raised to 1/3. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂമറിക്കൽ ആണ്, MCQ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. r = r0 a power 1/3. നമുക്കറിയാം, ഓക്കെ, 13x27 ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അലൂമിനിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. അതുപോലെ 53y125 തന്നിരിക്കുന്നത് ടെലൂരിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. സോ ഇൻ ടേംസ് ഓഫ് ആറിൻ്റെ ടേംസിലാണ് നമ്മളപ്പോൾ എഴുതേണ്ടത്. സോ അപ്പോൾ ഇത് നമ്മൾ കമ്പയർ ചെയ്ത് ചെയ്യുന്നത് റേഡിയസ് ഓഫ് അലുമിനിയം ബൈ റേഡിയസ് ഓഫ് ടെലൂരിയം ഈക്വൽ ടു r0 a raised to 1/3 ബൈ r0 a raised to 1/3. രണ്ട് സൈഡിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും r0 സെയിം ആയതുകൊണ്ട് r0 ക്യാൻസൽ ചെയ്ത് പോകും. അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ എക്സ് എന്ന് തന്നിരിക്കുന്ന ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ 27 ആണ്. സോ ന്യൂമറേറ്ററിൽ 27 കൊടുത്തു. ആൻഡ് ടെലൂരിയത്തിൻ്റെ അല്ലെങ്കിൽ y എന്ന് തന്നിരിക്കുന്ന ആ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പർ 125 ആണ്. അത് ഡിനോമിനേറ്ററിൽ കൊടുത്തു. ആൻഡ് 27/125 ഹോൾ പവർ 1/3. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/5 കിട്ടും. സോ റേഡിയസ് ഓഫ് എക്സ് ബൈ റേഡിയസ് ഓഫ് വൈ ചെയ്യുമ്പോൾ നമുക്ക് 3/5 കിട്ടും. നമുക്ക് വേണ്ട റേഡിയസ് ഓഫ് വൈ ആണ്. അപ്പോൾ അത് എഴുതി നോക്കിയാൽ മതി. റേഡിയസ് ഓഫ് എക്സ് ബൈ റേഡിയസ് ഓഫ് വൈ ഈക്വൽസ് 3/5 എന്നാണ്. സോ നേരെ തിരിയും. റേഡിയസ് ഓഫ് വൈ വേണ്ടപ്പോൾ ഇറ്റ് ഈസ് 5/3 ഓഫ് റേഡിയസ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് 5/3 r എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 5/3 r. സോ ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്ന ഇക്വേഷൻ r = r0 a power 1/3 ആൻഡ് ജസ്റ്റ്
ആ മാസ് നമ്പേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്തേക്കാണ്, അതിൻ്റെ റേഷ്യോ എടുത്തേക്കുവാണ് ചെയ്തിരിക്കുന്നത്. ന്യൂമറിക്കലാണ് MCQ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ കുറേ ന്യൂമറിക്കൽസ് ഇപ്പോൾ MCQ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ ആ ഇക്വേഷൻസ് പഠിച്ച് വെക്കണം ആൻഡ് കാൽക്കുലേഷൻസ് പ്രോപ്പറായിട്ട് ചെയ്യണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. For further videos, do like and subscribe.